അങ്ങോട്ട് പോ, ഇങ്ങോട്ട് വാ. അങ്ങോട്ട് പോ, ഇങ്ങോട്ട് വാ. അങ്ങോട്ട് പോ, ഇങ്ങോട്ട് വാ. അങ്ങോട്ട് പോ, ഇങ്ങോട്ട് വാ. അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. ഇത് കണ്ടോ, എന്റെ UK-ലുള്ള എന്റെ പിള്ളേർ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന എനിക്ക് മേടിച്ചു തന്നതാ. ഈ റിമോട്ടല്ല, ഈ റിമോട്ടിൽ ഇങ്ങനെ ഞെക്കുമ്പോ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരുന്ന ഗേറ്റ്. നല്ല രസമാണ്. 2 ദിവസം ആയുള്ളൂ പണി കഴിഞ്ഞിട്ട്. 10-15 ലക്ഷം രൂപ ചെലവായി. പക്ഷെ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. ഈ മതിലൊന്നും ഇട്ടില്ലെന്നുണ്ടെങ്കിലേ കാണുന്ന ആക്രിക്കാരൊക്കെ നേരം വെളുത്ത് വന്നങ്ങ് കയറും. പിന്നെ അവിടെ ഇവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ പറക്കിക്കൊണ്ടു പോകും. അന്നൊരു ദിവസം ഞാൻ പുറകിരുന്ന് എന്തോ പണി ചെയ്യുമ്പോൾ ഒരു ആക്രിക്കാരൻ വന്ന് എന്നെ അങ്ങ് പൊക്കി. തക്ക സമയത്ത് ഞാൻ വാ വെച്ചതുകൊണ്ട് അവൻ എന്നെ ചവിട്ടി ചളുക്കി തമിഴ്നാട്ടിലോട്ട് അയച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തമിഴ്നാട്ടിൽ ഞാൻ പച്ചക്കുടത്തിന്റെ രൂപത്തിലും കളിപ്പാട്ടത്തിന്റെ രൂപത്തിലും ഒക്കെ വരുന്ന എന്റെ മതില് 2 ദിവസം ആയുള്ളൂ കെട്ടിയിട്ട്. എന്റെ മതില് ഓടരുത്, ഓടരുത്, ഓടരുത്. നീ എന്റെ മതില് വണ്ടി കൊണ്ടുവന്ന് ഇടിക്കല്ലയോ? അല്ലല്ല, നിങ്ങളുടെ മതിൽ വന്ന് എന്റെ വണ്ടിയിൽ ഇടിച്ചതാ. പുതിയ മതിലാ, പുതിയ മതില്. 2 ദിവസം ആയുള്ളൂ കെട്ടിട്ട്. പുതിയ മതില, പുതിയ മതിൽ. അത് റോഡിന്റെ സൈഡിൽ പുതിയതായിട്ട് വന്നില്ല, എനിക്ക് പരിചയമില്ല. അപ്പൊ വണ്ടി വരുമ്പോ മാറാൻ അറിയത്തില്ല. വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചിട്ട് ഞാൻ നീ പറയരുത് കേട്ടോ. സത്യം പറയണം, എന്തോ സംഭവിച്ചാടാ? പറയടാ. എന്താ സംഭവിച്ചാ? അമ്മച്ചി, ഞാൻ ഉറങ്ങിപ്പോയതാ. എന്തോ ഉറങ്ങിപ്പോയതാ? നീ വണ്ടി ഓടിക്കുവായിരുന്നോ? കട്ടിലിരുന്ന് നിരങ്ങുമായിരുന്നോ? വന്ന് ഉറങ്ങി കയറ്റാനെ 3-4 ദിവസമായി ഞാൻ പച്ചക്കറി കൊണ്ടൊക്കെ അങ്ങോട്ട് പോകുന്ന ഉറങ്ങിപ്പോയ അമ്മച്ചി. അങ്ങോട്ട് എടാ, വണ്ടി ഇടിക്കാൻ പോകുമ്പോ നീ ഉണരത്തില്ലയോ? ഉണർന്നപ്പോഴാണ് ഇടിച്ചത് വണ്ടി. ഉണരപ്പോ എങ്ങനെ വണ്ടി ഇടിക്കുന്നത്? ഉണർന്നിട്ട് ഞാൻ കാല് നീട്ടി ഇങ്ങനെ വലിച്ചപ്പോ ആക്സിഡന്റ് കൂടിപ്പോയി. അങ്ങനെ ഒന്ന് സ്പീഡിൽ വന്ന് ഇടിച്ചാ അമ്മച്ചി. എന്റെ ദൈവമേ, നീ കല്യാണം കഴിച്ചാന്നോ? കല്യാണം കഴിച്ചാ? നിനക്ക് മക്കളുണ്ടോ? ഇല്ല 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 ഇല്ല. അതെങ്ങനെ സദാസമയം വണ്ടി കയറിയിരുന്ന് ഉറങ്ങുന്നവന് അങ്ങനെ മക്കളുണ്ടാകും? നിനക്ക് ഭാര്യ ഉണ്ടോടാ? ഉണ്ട്, ഭാര്യയുണ്ട്. നിനക്ക് അവളെ പറ്റി ഒന്ന് ഓർത്തൂടായിരുന്നോ? അവളെ പറ്റി ഓർത്തപ്പോഴേ എനിക്ക് ഭ്രാന്ത് പിടിച്ച വണ്ടി നിയന്ത്രണം വിട്ട് പോയി ഇടിച്ചത്. എന്റെ ദൈവമേ, നിന്റെ വീട് എവിടെ? എന്റെ വീട് അങ്ങ് ഇടുക്കിയില്ല, അങ്ങ് ഇടുക്കിയില്ല. ഇടുക്കിയില്? അമ്മച്ചി എന്നെ വെറുതെ വിടണേ അമ്മച്ചി. നേരിട്ട് വയറ് കയറ്റാൻ വേണ്ടിയാ വണ്ടി കൊണ്ട് ഞാൻ ഇറങ്ങിയേക്കുന്നത്. ആരൊക്കെ ഉണ്ട് എന്റെ വീട്ടിൽ? എന്റെ വീട്ടിൽ ഞാൻ, എന്റെ ഭാര്യ, അച്ഛൻ, അമ്മ, ഞങ്ങളുടെ അമ്മാവൻ. അപ്പോഴും 5 ആയുള്ളൂ. നീ പറഞ്ഞ 8 കണക്കല്ലയോ? ഞാൻ അമ്മാന്റെ വയറെന്ന് കാണണം. 3 പേരുടെ വയറ് അങ്ങനെ തിരുന്ന തീറ്റിക്കല്ല ഞാൻ ചെലവില്. അപ്പൊ നിന്റെ വീട്ടിൽ അച്ഛനൊന്നും ജോലിക്ക് പോകത്തില്ലയോ? അച്ഛൻ 2 വർഷമായിട്ട് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്ന ഒരു ഇതാണ്. അയ്യോ, എന്തെങ്കിലും അസുഖം വല്ലതും? അസുഖമല്ല, മുടിഞ്ഞ കടം ഉണ്ടാക്കി വെച്ചേക്കും, അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. വെറുതെ വിടാൻ പറ്റി, ഞാൻ അറിയാതെ പറ്റിപ്പോയതാ പറ്റി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10-15 ലക്ഷം രൂപ ചെലവായ മതില. നീ തന്നെ നോക്ക്, അത് എന്തുമാത്രം പൊട്ടിയിട്ടുണ്ടെന്ന് നീ ഒന്ന് നോക്കി. 2 കട്ട എടുത്ത് വെച്ചാ പറയാൻ പറ്റും. 2 കട്ട എടുത്ത് വെക്കാൻ നമ്മൾ പകട കളിക്കുവാന്നോ? നീ ഒന്ന് സൂക്ഷിച്ച് നോക്ക്, അത് എന്തുമാത്രം പൊട്ടിയിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കി അറിയാം. ഒരു 4-5 ചോർ ഫീറ്റിന്റെ വ്യത്യാസം ഉണ്ട് അതിന്. 4-5 ചോർ ഫീറ്റ് നോക്ക. 4-5 ചോർ ഫീറ്റ്. സ്ക്വയർ ഫീറ്റ് എന്നല്ല അങ്ങനെ പറയുന്നത്. പിന്നെ സ്ക്വയർ ഫീറ്റ് അത് അടച്ചു പറഞ്ഞു. എന്തുവാ ഞാൻ പറയുന്നത് തെറ്റാന്ന് വേറെ ആരും കേൾക്കണ്ടല്ലോ, അതിന് വേണ്ടി ഞാനിങ്ങനെ പറഞ്ഞത്. കൂടുതൽ സമയമൊന്നും കളയാനില്ല. മര്യാദയ്ക്ക് പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ ആ മതിൽ കെട്ടി തന്നിട്ട് ഇവിടുന്ന് പോയാ മതി. അമ്മച്ചി, ഞാൻ അന്നത്തോളം കൊണ്ട് ഞാൻ തട്ടിമുട്ടി പോകുന്ന ആളാ അമ്മച്ചി. അന്നത്തോളം കൊണ്ട് തട്ടിമുട്ടി പോകുന്ന നീ എനിക്ക് അന്നു കിട്ടുന്നത് പന്താന്നോ? പോട്ടെ അമ്മച്ചി. ഇല്ല, നിന്നെ ഞാൻ വിടത്തില്ല. എന്റെ പൊന്നു കുഞ്ഞെ, നിന്റെ സാഹചര്യമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ പൈസ അറിയാൻ നിന്നെ വിടത്തില്ല. എന്റെ പൈസ അല്ല അമ്മച്ചി, അറിയാതെ പറ്റിപ്പോയ അമ്മച്ചി. എനിക്ക് ഇതുകൊണ്ട് കച്ചവടം ചെയ്തല്ലേ കിട്ടത്തുള്ളൂ അമ്മച്ചി. എനിക്ക് അറിയത്തില്ലായിരുന്നു പുതിയ മതിലായിരുന്നു. ഓ, ചെയ്യാനാ? ശരിയാ, എനിക്കിപ്പം അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്. ആ ചെറുക്കൻ്റെ മുഖം കണ്ടാലും പൈസ മേടിക്കാൻ തോന്നുന്നില്ല. കാരണം അന്നത്തടം കൊണ്ട് കഴിഞ്ഞ് ജീവിക്കുന്നവനാ. അബദ്ധം ആർക്കാ പറ്റാത്തത്? അല്ലയോ? തെറ്റാർക്കായാലും സംഭവിക്കും. അങ്ങ് ക്ഷമിച്ചേക്കാം, ഇല്ലയോ? മുഖം കണ്ടാലേ അറിയാം അവനൊരു അധ്വാനിയാ. അധ്വാനിയാ. നീ ഒരു കാര്യം ചെയ്യ്. അല്ല അമ്മച്ചി പറ, ഞാൻ എന്താ ചെയ്യാം? ഞാനായോണ്ടാ കണ്ണടക്കുന്നത്. എന്റെ മക്കളായിരുന്നേ കണ്ണടക്കത്തില്ലായിരുന്നു. അവിടുത്തെ മീൻ്റെ കുഞ്ഞുങ്ങളാണ്. അതെന്തുവാ കണ്ണടക്കത്തില്ല? എടാ, അതല്ല, ഞാനായോണ്ട് നിന്നോട് ഇപ്പൊ പൈസ ഒന്നും മേടിക്കുന്നില്ല, മതിലും കെട്ടിത്തരണ്ട, നീ പൊക്കോ. പക്ഷെ എന്റെ മക്കളായിരുന്നെങ്കിൽ കർണ ഉറച്ച് തന്നേനെ. അതാ പറഞ്ഞത്. അവർ സ്ഥലത്തും ഇല്ല. നീ ഒരു കാര്യം നീ പൊക്കോ, കുഴപ്പമില്ല. ശരി അമ്മച്ചി, ഞാനിപ്പോ ഇതിലെ വരുമ്പോ ഇങ്ങോട്ടൊക്കെ വരാം. ബാക്കിയും കൂടി ഇടിച്ച് പൊളിക്കാനായിരിക്കും. അല്ല, ഇതിന്റെ പേര് ഞാൻ വരാം. പോയേട്ടങ്ങോട്ട്. രാധാകൃഷ്ണൻ നമ്മുടെ വീട്. നീ എന്നെ കൊച്ചിലും ഒരു കാണുന്നില്ല. പിന്നെ രാധയെന്നല്ലേ ഞാൻ വിളിക്കുന്നത്? എല്ലാരും അങ്ങ് വിളിക്കുവോ രാധേ? നിനക്കതാ ചേരുന്നത്. നിന്റെ ആ കൊമ്പ മീശയ്ക്കും ഈ താടിക്കും ഒക്കെ രാധേന്നാ ചേരുന്നത്. എന്റെ ഇച്ചായി, ഞാനാണ് ചക്ക എടുക്കാൻ പോയാണ്. ഞാൻ ചിരമ്പ ചേച്ചിറങ്ങി. ഞാൻ അവിടുന്ന് ചക്ക എടുത്ത് നേരെ ഇങ്ങനെ റോഡ് വഴി ഇങ്ങനെ തോള വെച്ചോണ്ട് വരുവാ. അപ്പൊ ശാരദ ചേച്ചി എന്നോട് ചോദിക്കുവാണേ, എടാ നിനക്ക് KCB-യിലാണ് ജോലി? അതായത് ഈ മറ്റേ ലൈൻ മരിക്കുന്നല്ല റോഡിൽ കൂടുന്നു. അങ്ങനെ പറയുന്നത്? ഈ ചക്ക പറിച്ചപ്പോഴേ ചക്കയർക്ക് പകുതി പ്ലാവേ ഇരിക്കുക. അപ്പൊ അതിന്റെ ബാക്കി ഇങ്ങനെ വയറ് പോലെ നീണ്ടട്ടെ മൊത്തം ചക്കയർക്കും കയ്യില. അപ്പോഴിവിടെ ബഹളം കേട്ടതേ. എടാ, ബഹളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ 2 ദിവസമായി കെട്ടി മതില് ഗേറ്റും കൂടെ ഈ ചെറുക്കൻ പിക്കപ്പ് അങ്ങാണ്ട് വന്ന് അങ്ങ് ഇടിച്ചങ്ങിട്ട്. അത് ശരി. അതാ ഞാൻ പറയുമായിരുന്നു, പാവക്കാരനാ. എടാ, ചെല്ലു നീ. ഇവൻ എവിടെയുള്ള
ഇവൻ എവിടെയാടാ അടിമാലി ഇടിക്കോ അവിടെ കണ്ടുള്ളതാ ഇവന് അടിമാലിയാണ്. അടിമാലി ഇവിടെ അടുത്തുള്ളതല്ല. അല്ല അവൻ അവിടെ നിന്ന് ഓടി വന്നാ പുറം പാർട്ടിയാ. ഉറങ്ങിപ്പോയതാ പോലും. പുറം പാർട്ടി ഇവിടെ വന്നിട്ട് കുട്ടനാട്ടി വന്ന് നമ്മൾക്ക് അല്ലടാ രാധേ അല്ല രാധേ ജയ്മിണ്ടല്ലേ ജോയ്മാൻ വിളിച്ച് ചോദിച്ചാൽ ഞാനാ സമ്മാനം പറയണ്ട. അല്ല അത് അയലത്ത് കിടക്കുന്നവൻ ഞാനാ. ജോയ്മാൻ വിളിച്ച് ചോദിച്ചാൽ ഞാനാ സമ്മാനം പറയാം. ജയ്മിണ്ടല്ലേ രണ്ട് കട്ട മൈക്കിൾ ജാക്സൺ മൈക്ക് ഊരാൻ കയ്യിലെടുക്കും. അവിടെ നീ ഈ അടിമാലിയിൽ നിന്ന് വന്നിട്ട് നീ ഇവിടെ വെള്ളത്തിലാണ്. അല്ല അവൻ വേറെ എന്തോ സാധനമായിട്ട് വന്നതാണെന്ന്. എന്തോ സാധനമായിട്ട് എന്തോടാ വണ്ടി വണ്ടിക്കകത്ത് ചരക്ക് ആലപ്പുഴ കൊണ്ടുപോകും. യോ ബീച്ച് കൊണ്ടിട്ട് ഒതുക്കാനായിരിക്കും. രാധേ ആ ദേഷ്യം കൊണ്ട് എന്തെങ്കിലും പറയുന്നുള്ളൂ. അങ്ങനൊന്നും ചെയ്യത്തില്ല. കളയത്തില്ല രാധേ. ആണ് വരുന്നുണ്ട്. കാരണം അടിച്ച് പൊളിക്കുന്നവനാ. കാരണം അടിച്ചാൽ പൊളിക്കുന്നവനാ കേട്ടോ. വണ്ടിയായിട്ട് മൊത്തം ക്യാരറ്റാന്നല്ലോ. കഴിക്കാൻ വേണ്ടിയുള്ള സാധനം. കഴിക്കാൻ ഇത് മൊത്തം ഈ ക്യാരറ്റ് മൊത്തം കഴിക്കാൻ നിന്റെ വീട്ടുകാരാണോ മോട്ട് മുഴുവൻ സംഘം മുറുക്കുന്നവനെ. ഞാനാ സമ്മാനം പറഞ്ഞത്. ജോയ്മാൻ ഇപ്പൊ വിളിച്ചാൽ എടുക്കത്തില്ലെന്ന്. ഞാൻ 1000 രൂപ കടം ചോദിച്ചപ്പോ വിളിച്ചാൽ എടുത്തില്ല. അവനെ അടിമാലി അന്യനാട്ടിൽ നിന്ന് വന്നിട്ടേ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇച്ചേ പറഞ്ഞോണ്ടാ കേട്ടോ. ഞാൻ പിടിച്ചു ഞാന്. ഓടാ എടാ ഇവന് കൊണ്ടിട്ട് മതിയാവുന്നില്ല. കൂടെ വരും. പോടാ ഇവിടെ പോകുന്നില്ല. ചെയ്യേ എനിക്ക് ഇളക്കാൻ പറ്റുന്നില്ല. ചക്കാർക്ക് കയ്യായിരിക്കുമായിരുന്നു കേറ്റി അടിച്ചു. എന്തോ ചെയ്യാനായിരിക്കും. പോടാ നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചെറുക്കനെ എന്തിനാ കൈവച്ചത്? എന്നാരാവോ ദിച്ചയാണോ അതോ നെയ്യപ്പോന്നോ ഇനിമേറ്റം കണ്ണാ നീ എടുത്ത് വിടാ ചെറുക്കനെ. ചക്കാരക്കാ എനിക്ക് വയ്യ. കണ്ടോ ഇതുപോലെ ഞാൻ റോഡിൽ കൂടെ വലിച്ചോണ്ട് വന്നു. ചുമ്മാതല്ലാതെ അവര് ചോദിച്ചത്. നിന്റെ കൂട്ടുകാർ വല്ല ഈ പ്രദേശത്ത് വല്ല ഉണ്ട്. അതിന് എന്നും പറഞ്ഞു എന്തും പറഞ്ഞോ. അല്ല അവനെവിടെ ഇല്ല. അവൻ ഗൾഫിൽ പോയേക്കോ. അവന് അവൻ വന്നാന്തൂടാ. അവന് വരാൻ പറ്റത്തില്ല. അവൻ അനിയനുണ്ട്. ജിമ്മിന് വന്ന അവൻ അനിയനുണ്ട് ഇവിടെ. എന്തും പറയാ എനിക്ക് അവൻ എന്നെ എന്തോ അങ്ങ് തീർത്തു കളയാനോ അമ്മ വരാനോ അവൻ ഇങ്ങോട്ടോ. അല്ല അവൻ ഗോവയ്ക്ക് പോയേക്കോ. അവൻ അനിയൻ. ഇച്ച എവിടെ ഉണ്ടായിരുന്ന ഇച്ചയ്ക്ക് എന്ത് സംഭവിക്കൂടാ. സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല. നീ വണ്ടി സംഭവിച്ചിരുന്നെങ്കിൽ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. സംഭവിച്ചില്ലല്ലോ. ആര് പറഞ്ഞു ഇച്ച എവിടെ ഉണ്ടായിരുന്ന ഇച്ച ഇടിയോ ഇന്നോ നാളെ എന്ന് പറയുന്ന സ്ത്രീയുടെ അവര് എടാ കൊണ്ടിടിച്ച് അവര് ചത്തുപോയാലടാ. എന്റെ ഇച്ച 9 ദിവസം മൊബൈൽ മുറിച്ചിൽ കിടക്കണം ഇവിടെ നീത്തണ്ണാക്കി. പിള്ളേർ അവിടുന്ന് വരുന്നവരെ 9 ദിവസം പറ്റുമോ? പിന്നെ അവര് ഫ്ലൈറ്റ് കിട്ടി വരണ്ടായോ അവര് ഇതിനകത്ത് ഇങ്ങനെ കിടക്കും. അപ്പൊ ഇതാ മൊത്തം മഞ്ഞാവും. ബാംഗ്ലൂരുള്ള കൊച്ചുമല്ല കുരുത്തം കെട്ടവൻ അവൻ വന്നപ്പോ അത് പേരെഴുതു അതേ ഉണ്ടാരൊക്കത്തിൽ അതിനകത്ത് കിടന്നു. മനസ്സിലായോ? നിങ്ങൾക്ക് കപക്കെട്ടുണ്ടാകും. കപക്കെട്ട് അതിനകത്ത് കിടന്ന് കപക്കെട്ടുണ്ടാകുന്നു. മകരമാസമായ ഈ ചിമ്മിനിയുടെ അകത്ത് കയറും കുടമ്പലിയുടെ കൂടെ തളമ്പുള്ളൂ. അപ്പൊ നമ്മളെ അപ്പൊ ഇത് അതിനകത്ത് കിടക്കാൻ പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. അവിടെ ഉണ്ടായിരുന്നു എന്ത് സംഭവിക്കൂടെ? പറ്റിയില്ലല്ലോ. ഞാൻ നിങ്ങളുടെ മതിലല്ലാന്ന് വന്ന് ഇടിച്ചത്. നിങ്ങളുടെ മതിലല്ലാന്ന് ഇടിച്ചത്. അതിനെനിക്ക് മതിലില്ല അവിടെ. അങ്ങനെ എന്റെ വീട്ടിൽ അവിടെ മതിൽ കെട്ടേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ മതിലിയാടുന്ന പെണ്ണുങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഇല്ല. അല്ല അങ്ങനെ നീ ഇപ്പൊ അത് പറഞ്ഞു. അപ്പൊ ഞാൻ മതിൽ കെട്ടിയത് ഞാൻ അങ്ങനെ മതിൽ ചാടുന്ന ഒരു പെണ്ണും പിള്ളയാണെന്ന് പോലും നീ അങ്ങനെ സംസാരിച്ചു. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവൻ ഇങ്ങനെ എന്റെ പൊന്നു മോനെ ഇത്രയും പ്രായമുള്ള രാധേ നിന്നെ ഞാൻ അങ്ങനല്ല കണ്ടത്. അങ്ങനെ ഇപ്പൊ ഈ അപരിചിതൻ ശരിയാ കട്ടയിട്ടു ശരിയാ ഓക്കെ. പക്ഷെ നീ അങ്ങനെ സംസാരിക്കരുതായിരുന്നു. ജോയിമോനെ ഞാൻ വിളിച്ച് പറഞ്ഞല്ലോ. വിട്ടേരി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ 2 കുഞ്ഞുങ്ങൾ അവിടെ നിന്നിരുന്നില്ല. അതിന് നീ കല്യാണം കഴിച്ചു വന്നു രാധേ. കടിച്ചിരുന്നെങ്കിൽ അല്ല ആ സമയത്ത് ഞാൻ കടിച്ചിരുന്നെങ്കിൽ 2 കുട്ടികൾ അവിടെ ഉണ്ടോ? അവിടെ കുട്ടികളില്ലല്ലോ. അങ്ങനെ സംഭവിച്ചില്ലല്ലോ. കല്യാണം കടിച്ചിരുന്നെങ്കിൽ സംഭവിച്ചില്ലല്ലോ. സംഭവിച്ചില്ലല്ലോ. എന്തോ
പോട്ടെ രാഘവൻ ചേട്ടൻ സദാസമയം ബസ് കയറാൻ അവിടെ നിൽക്കുന്നു. അതിനവിടെ ബസ് സ്റ്റോപ്പ് ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അമ്മച്ചിക്ക് കുഴപ്പമില്ല, ചേട്ടൻ എന്ത് കുഴപ്പമെന്ന് പറഞ്ഞു? അമ്മച്ചിക്ക് കുഴപ്പമില്ല. ഇടിക്കാൻ ഞാൻ കേട്ടോ. എടാ, എന്റെ തോന്നിയാന്ന് കൊണ്ട് നടക്കണോ മര്യാദ? ആ വണ്ടി ഓടിച്ച് നടക്കുന്നവനല്ലയോടാ കഷ്ടപ്പാട്. അതിന്റെ ലൈസൻസ് തരാം. എന്റെ ലൈസൻസ് നിങ്ങൾ തന്നെ കാണുന്നത്? ഇങ്ങോട്ടാ ലൈസൻസ് തരാം. വെഹിക്കിൾ കാണണം അത്. ഓ അത് ശരി. അങ്ങനെ എന്നാലേ ഇപ്പൊ തരത്തുള്ളൊന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല പുക്കിള് കാണണം എന്നാലേ ലൈസൻസ് തരുമെന്ന് പറഞ്ഞു. ബുക്കുകൾ കാണണമെന്നല്ല പറഞ്ഞേ, വെഹിക്കിൾ കാണണമെന്നാ പറഞ്ഞേ. വെഹിക്കിൾ കാണണോ? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഇതിനകത്ത് ബാസ്കറ്റ് ബോൾ കളിക്കുന്ന എത്ര വലുപ്പം? ലൈസൻസ് തരാം. ചെയ്യണ്ടല്ലേ ജോയിമാൻ വിളിച്ചാൽ ഞാൻ ആമാനം പറഞ്ഞു. അതിനകത്ത് കിടക്കുന്ന നമ്മളെ ഇത് ഇതാ ലൈസൻസ്. ഇതാ ലൈസൻസ്. എന്തോ രസം ഇത് കാണാന്. ആണ്ട് ഇതാ ലൈസൻസ്. ഒരു കുഞ്ഞു ഫോട്ടോയ്ക്ക് വേണ്ടി എന്തുമേ വണ്ടി ഓടിക്കുവാ ചേർക്കൈ. ഞാൻ എത്ര കമ്പിയായിടിക്കാൻ കളഞ്ഞേക്കുന്നറിയാം. ഇതാ ലൈസൻസ് അല്ലേ? ഇത് കൊള്ളാം. എടാ നിന്റെ ചാവി ഇറ. ഇതിന്റെ വണ്ടിയുടെ ചാവി കൊണ്ടാ. ഇവരെ പൊക്കളം ഞാൻ എന്ത് ചെയ്യും? വണ്ടിയുടെ ചാവി ഇറണ്ടാ. ആഹാ ഒന്നും ഇല്ലാത്തവനാരാ. ഇച്ചയ്യേ ജോയിമാൻ ചോദിക്കുമ്പോൾ ഞാനാ സമാനം പറഞ്ഞു. ഞാൻ നിവൃത്തിയില്ലാത്തവനാ. നീ വന്ന് ഒരു കുടം മേടിച്ചു എന്നിട്ട് വെച്ച് നിവർത്തടാ. ചാവി ചക്ക ചെയ്താൽ മതിയായിരുന്നു. നീ അമ്മച്ചേനെ സമാധാനപ്പെടുത്തി പോടാൻ പോലെന്ന് പറഞ്ഞപ്പോ നീ ചാടി കയറി നീ കത്തി കയറുമെന്ന് പോട്ടെ. എനിക്ക് പയ്യ ഞാൻ എന്തോ ചെയ്യും? എനിക്ക് അങ്ങനല്ല നീ ആക്ഷനുള്ള സമയം കിട്ടിയില്ല എനിക്ക്. എടാ ഇറങ്ങണേടാ, ഇറങ്ങിക്കാന്ന് ചെറുക്കന്റെ പുരി ഇറങ്ങിക്കടാ. ചക്കയും തിന്നോണ്ട് വീട്ടിൽ ഇരുന്ന പോരായിരുന്നു. ഞാൻ ഗ്യാസും പരിചയം അവിടെ ഇരിക്കുന്ന പിടിക്കുന്നില്ലല്ലോ. ഇത് നല്ലതാ, ഇത് നല്ലതാ. എന്തൊരു നിനക്ക് വെള്ളം വല്ലതും വേണോ? വേണ്ട, എനിക്ക് വേണം വെള്ളം. ഒന്ന് ഇറങ്ങണ ചെറുക്കനെ എന്തോ ചെയ്യും. ഞാനേ പറ്റിപ്പോയതാ. ഞാൻ ഈ ഇവിടുത്തെ എല്ലാ കാര്യവും ഞാൻ എടാ ഊരിക്കടാ, വേറെ കാര്യമുണ്ടെന്ന് അതുകൊണ്ടാ. എടാ ചക്ക വെട്ടി അമ്മച്ചി അവിടെ വെച്ചിരിക്കണ്ട. ഞാൻ കാര്യം സെറ്റ് ചെയ്യാം. ഞാൻ നിന്നെ ഊരാൻ രക്ഷപ്പെടുത്താം. ഇവിടെ എന്തോ നാശം എന്ന് പറയും. പൊക്കാമുണ്ടി കോർണർച്ചി ആർക്ക് വേണം ഇറങ്ങണം. ഇറങ്ങാൻ നീ ഞാൻ പറയുന്നത് കേക്ക്. നിന്നെ ഞാൻ ഊരിവിടാം. ഇതുവരെ കഴിഞ്ഞില്ലേ ഇത്? ഞാൻ ഊരിവിടാം. നീ കുറാൻകുട്ടനാടാ നീ. എടാ ഇങ്ങനെ കയറി ഞാൻ പിടിക്കാം. എടാ ഇപ്പോഴും നടന്നു പോകുമ്പോ ഡിസ്കിറ്റ് അപ്പുറം കാർഗോ എന്ന് കേട്ടോണ്ടിരിക്കുക കേട്ടോ. നല്ല ആവശ്യം. സിമന്റ് ഇരിപ്പുണ്ടോ? സിമന്റോ? ഓ എന്തോത്തിനാ? ഞാൻ അത് കട്ട വെച്ചാൽ കെട്ടി തേച്ചാൽ വിട്ടാലേ. ആ സാരമില്ല, നമുക്ക് ശശി അങ്ങനെ വിളിച്ച് 2 ദിവസത്തെ പണി. അവന് പൈസ കൊടുക്കണോ? ജോയിൻ വിളിച്ച് എന്നോട് ചോദിക്കും, ഞാൻ കെട്ടിത്തരാം. ആ സാരേ, നീ ആ ചെറുക്കനെ പറഞ്ഞു വിടാനെ കൊണ്ട്. ഞാൻ കെട്ടിത്തരാം. നേരത്തെ എനിക്കറിയത്തില്ല. തരാന്ന് പറഞ്ഞ ഊരി വിടണം. സിമന്റ് എവിടെ ഇരിക്കുന്നേ? പാടാ മുങ്ങാനുള്ള പരിപാടി. വാ, ഞാൻ പോകുമ്പോഴേ പുറയും തലയ്ക്കൊന്നും അടിച്ചോളല്ലേ. വല്ല കാര്യമുണ്ട്. ആ ചെറുക്കൻ എവിടെ ചെല്ലണ്ടെന്ന് നോക്കണേ. ചട്ടിയറാ, അത് വേറെ ചട്ടി എടുക്കാൻ പറയപ്പെട്ടെ. നീ എടാ ഇങ്ങോട്ട് പാടാ. സിമന്റോട് ഞാൻ ഇപ്പൊ കെട്ടാവുന്ന കേസല്ലേ ഉള്ളൂ. വല്ല കാര്യമുണ്ടോ? വേണ്ടത് വെറുതെ. നമ്മളിത് നിസ്സാര കേസ്, നമ്മളിത് കൊണ്ടിടേണ്ട കേസുള്ളൂ. അപ്പൊ അല്ലാതെ നമുക്കേ ഞാൻ തന്നെ ഇതേപ്പോ എടുത്തു വെച്ചാൽ അങ്ങ് കെട്ടിയിടാന്ന്. വെള്ളം വേണ്ട. ഇരുന്നാ ഇപ്പൊ അപ്പ കയറും. തോള കയറൂ? ഇല്ല. എന്നാ വിളി. എന്തോടാ അപ്പൊ എടുക്കാൻ നിൽക്കുന്നോടാ നീ? അയ്യോ വെള്ളം കൂട്ടല്ലേ. ഈ ബാക്കി നമുക്ക് വേറെ പണിയുണ്ടോ? കാട്ടേട് എടുത്തോളാം. ഞാനല്ല ജോയിമാൻ വിളിക്കുമ്പോഴേ അത് അവൻ എന്നോടാ ചോദിക്കുന്നത്. ജോയിമാൻ ഇപ്പഴേ എങ്ങും വിളിക്കത്തില്ല. ജോയിമാൻ ഇനി ഞാൻ വിളിച്ചാലേ എടുക്കത്തുള്ളൂ. അപ്പൊ എന്നാ എനിക്കൊരു 1000 രൂപയുടെ കാര്യം അതൊന്ന് സെറ്റ് ചെയ്യണേ. പെട്ടെന്ന് എടുത്തോണ്ട് പോടാ. അങ്ങനെ വിട്ടാ കൊടുത്തു.
ഇതിന്റെ ഒരു കാര്യവും ഇല്ലായിരുന്നു. പാവം കരച്ചിറക്കനെ എവിടെ ഓടി എത്തണ്ട ഇറക്കനാ. നോക്കിക്കാൻ പിടിക്കാൻ ആ ചാന്തർത്തി കൊണ്ട് വെക്കടാ, കട്ട കൊണ്ട് കേട്ടാ. ചേട്ടൻ മണി എനിക്കറിയാം ഇതൊക്കെ കുറേ പണിതാ. വാ ഇത് മതി, ഇതിന്റെ ആവശ്യമുള്ളൂ. ഇരുന്ന് സാമാൻ സെറ്റ് ചെയ്തേക്കോ. പറഞ്ഞു വിറാ. സെറ്റ് ചെയ്തെന്ന് കഷ്ടപ്പാടാ. ഇത്ര ഒപ്പിച്ച് വെച്ചിട്ട് അവനെ ഇനിയിപ്പോ കേട്ടോ. വണ്ടിയുടെ താക്കോല് മേലെ ഈ ഏരിയ കിടന്നുണ്ട് കേട്ടോ. വണ്ടിയുടെ താക്കോല് കേട്ടാ. വണ്ടിയുടെ താക്കോല് പോട്ടെ. വേണ്ട, ശ്രദ്ധിച്ച് ഓടിക്കണം കേട്ടോ. ഇനി ഇങ്ങനെ ഒന്നും മതിലൊന്നും കൊണ്ട് കേറ്റരുത്. വണ്ടിയുടെ താക്കോല് താക്കോല കൊടുത്തു വിടാനെ കൊണ്ട്. അതാ ശരാ. താക്കോല് കൊടുത്ത് പിടിച്ച്. താക്കോല് പോട്ടെ. താക്കോല് പോട്ടെ. നിന്റെ ഈ തന്നായിരുന്നാ ഞാൻ അവിടെ കിടന്നപ്പോ തന്ന? നീ മേടിച്ചില്ലയോ? നീ ദേഷ്യത്തിനിടയ്ക്ക് ആ താക്കോൽ ഇച്ചയുടെ തന്നില്ലായിരുന്നോ? എനിക്ക് എന്താ, ഞാൻ ഇച്ചിരി എണ്ണ നിനക്ക് തന്നു. അത് അല്ലേ തന്നില്ല? താക്കോലില്ല. താക്കോല് വന്നില്ല, ലൈസൻസ് തിരിച്ചെന്നുള്ളൂ. താക്കോല് വന്നില്ല. ചെയ്യേ എന്തുവാ ആ സിമന്റ് ഇനിയിപ്പോ ബാക്കിയാണോ? ഇതല്ലാതെ ഇനി എന്തിനാ സിമന്റ്? ആ മതം ഒന്നുകൂടെ പൊളിക്കണം. അതെന്തിനാ? ഇവന്റെ താക്കോൽ അതിനകത്ത് വീണ് കാണും. ആ ചാന്തും കൂടെ തേച്ച് കൊടുക്കും. ഇനിയിപ്പോ അത് സെറ്റ് ആവുന്ന മുമ്പ് സാധനം ഇളക്കണം. ഇളക്കാതെ രക്ഷയില്ല. ഞാൻ തേച്ച് തരാം. പിന്നെ ഞാൻ തേച്ച് തരാം. ഇല്ലരാതെ ഇല്ല. ഞാൻ ഇളക്കിയാലാ ഞാൻ എടുത്തു തരാം. ഇല്ല. ഞാൻ പറഞ്ഞ മര്യാദക്ക് ഞാൻ പറഞ്ഞാണോ അതിനി പൊളിക്കണ്ട, അല്ല അത് കെട്ടണ്ട, ശശിയെ വിളിക്കാന്ന് ഞാൻ പറഞ്ഞാണോ? അല്ല അതിന്റെ കൂടെ ഞാൻ മെറ്റിലാന്ന് ഓർത്താ ഞാൻ താക്കോല് എനിക്ക് പോണോന്ന് തരാൻ ഞാൻ സംസാരിച്ചോണ്ട് തരാൻ ഞാൻ. അതെ, മതിലിനി പൊളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അല്ല ഇച്ചായി ഞാനത് കെട്ടി ഞാൻ സമ്മതിക്കത്തില്ല. താക്കോല് എനിക്ക് പോകണ്ടത്. താക്കോല് ഞാനിപ്പോ അതിനകത്താന്ന് ഞാൻ പൊളിച്ചെന്നപ്പോ ഞാൻ വിളിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. താക്കോല് ഒരു കാര്യം ചെയ്യോ, ഇന്ന് രാത്രി എന്റെ കൂടെ കിടക്കാവോ വീട്ടിൽ? എന്തിനാ? ഒരു 1/2 ലിറ്റർ എടുക്കാം, എന്നിട്ട് നമുക്ക് പൊളിക്കാം. എന്ത് മതൽ പൊളിക്കാന്ന് ഞാൻ എടുത്തു തരാം. എന്നിട്ട് എനിക്ക് താക്കോല് എടാ ഞാൻ എന്നിട്ട് എടുത്തു തരാം. എനിക്ക് താക്കോല് താക്കോല് ഇളക്കി താക്കോല് ഇളക്കി മതിൽ പൊളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. മതിൽ പൊളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഉറപ്പാണ്? നിനക്ക് താക്കോലും വേണം, മതിൽ പൊളിക്കാനും സമ്മതിക്കത്തില്ല. ശരാ ഇപ്പൊ സംഭവിച്ചാണ്ടോ, വല്ല വഴിയും വന്ന് ചേർക്കാൻ അവൻ ആ മതിലെ കൊണ്ടിടിച്ചാണ്. ഞാൻ വല്ലയിടത്തും ചക്കടത്താൻ നിന്നവനെ ഒരു കാര്യമില്ല, വന്ന് കയറിയാന്ന് ഇഷ്ടംപോലെ കാശുണ്ട് ഇട്ടുമൂടാണല്ലേ. ഈ മതിലിന്റെ പെരുകി ചെറുക്കനെ പിടിച്ചത് ആവശ്യമില്ലാത്ത വിഷയമായിരുന്നു. ഇപ്പൊ അവസാനം അതിനകത്ത് വെച്ച് ഞാൻ തേക്കുകയും ചെയ്തു. പൊളിക്കാനും സമ്മതിക്കുന്നില്ല. ലവന താക്കോലും വേണം. അങ്ങൊരു അവസാനിക്കും. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? അത് എന്തോ ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യും. ഫസ്റ്റ് പാർട്ട് ഇവിടെ തീരട്ടെ. ഇനിയിപ്പോ ഇതിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വരാം. അതിനകത്ത് നമുക്ക് അവന് താക്കോലും കൊടുക്കാം, മതിലും പൊളിക്കാം. അങ്ങനെയാണെങ്കിൽ പോരെ? അപ്പൊ ഇനി ഇത് വീണ്ടും തുടരും.